എല്ലാ പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു 3 പീസ് നൈറ്റിയുടെ കട്ടിങ് ആണ് കേട്ടോ കാണിക്കാം. നമുക്ക് 3 പീസ് എന്ന് വെച്ചാൽ 3 പീസ് നൈറ്റി പല രീതിയിൽ കട്ട് ചെയ്യാം. നമ്മൾ 3 പീസ് നൈറ്റി ഒറിജിനലായിട്ട് കട്ട് ചെയ്യുന്ന രീതിയിലല്ല ഞാനിപ്പം ചെയ്യുന്നത്. നമ്മൾ പ്ലീറ്റഡ് നൈറ്റി തന്നെ നമുക്ക് 3 പീസ് നൈറ്റി കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പല രീതിയിലും ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയിൽ എങ്ങനെ 3 പീസ് നൈറ്റി കട്ട് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. 3 പീസ് നൈറ്റി കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ഇട്ടിട്ടുണ്ട്. അത് വേറെ രീതിയാണ്. ഈ രീതി നമ്മൾ സാധാരണ പ്ലീറ്റഡ് നൈറ്റി നമുക്ക് യോക്കൊക്കെ വെച്ച് തയ്ക്കാൻ പറ്റുന്ന പ്ലീറ്റഡ് നൈറ്റിയിൽ എങ്ങനെ 3 പീസ് വെച്ച് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു XXL സൈസിലുള്ള നൈറ്റിയുടെ കട്ടിങ് ആണ്. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഷോൾഡർ എന്ന് പറയുന്നത് 7.5 ആണ്. നമുക്ക് ആദ്യം 7.5 ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. തുണി മടക്കിയിടുന്നത് അറിയാമല്ലോ, നമുക്ക് പിന്നെ നീളത്തിലാണ് മടക്കി വരുന്നത് തുണി. അപ്പോൾ അതിന് ഒരു മടക്കം കൂടെ വീതിയിലോട്ട് മടക്കണം. അതായത് ഇങ്ങനെ നീളത്തിനായിരിക്കും തുണി മടക്കി കിട്ടുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മടക്കം കൂടെ മടക്കണം. അങ്ങനെയാണ് തുണി മടക്കിയിട്ടിരിക്കുന്നത്. 4ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് കേട്ടോ. 4 പീസ് ഉണ്ട്. ഇപ്പോൾ ഷോൾഡർ എത്രയാണ്? ഷോൾഡർ 7.5 എടുത്തു. നമുക്ക് താഴെയും 7.5 തന്നെ എടുക്കാം. താഴെ 7.5 മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ നോക്കണം, അതല്ലെങ്കിൽ ഇവിടെ 7.5 ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ ഷോൾഡർ എടുത്ത അളവ് തന്നെ ഇവിടെയും ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെയാണ് വരുന്നത് കണ്ടോ. എന്നിട്ട് ഇവിടെ ഒന്നുകൂടെ ചെക്ക് ചെയ്യണം 7.5 വന്നിട്ടുണ്ടോ എന്ന്. വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചെസ്റ്റാണ് മാർക്ക് ചെയ്യേണ്ടത്. ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ഇഞ്ചാണ് എടുക്കുന്നത്. നമുക്ക് പ്ലീറ്റ് നൈറ്റ് ആയതുകൊണ്ട് നമുക്ക് താഴ്ഭാഗത്ത് കുറച്ച് കിട്ടും. തൽക്കാലം നമുക്കിവിടെ 10 ഇഞ്ച് മാർക്ക് ചെയ്യാം കേട്ടോ. തയ്യൽ തുമ്പൊന്നും വേണ്ട, 10 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ബാക്കി തയ്യൽ തുമ്പൊക്കെ നമുക്ക് ഞാൻ കട്ടിങ്ങിൽ കാണിക്കാം, അവിടെ നിന്ന് കിട്ടും. തൽക്കാലം നിങ്ങൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനെ ഒന്നിങ്ങനെ ആംഹോളൊന്ന് വരച്ചു കൊടുക്കാം. ഇവിടെ എന്നിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്യണം. നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 10 മാർക്ക് ചെയ്തല്ലോ. മാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്ത് വരയ്ക്കും. അതിന് ശേഷം നമുക്കിവിടെ യോക്ക് മാർക്ക് ചെയ്യണം. യോക്ക് 10 ഞാൻ എടുക്കുന്നത് കേട്ടോ. യോക്ക് ലെങ്ത് 10 എടുക്കുന്നത്. 10 ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് കൊടുക്കാം. ഇവിടെ നിന്നാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ നിന്നല്ല വരയ്ക്കുന്നത്, ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഒരുപാട് അങ്ങ് ഷേപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതിയേ. കണ്ടോ, ഷേപ്പ് ചെയ്യുക. അപ്പം ഇതായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്ക് എത്രയാണെന്ന് അറിയാം. നെക്ക് എടുത്ത് ഞാനിവിടെ എടുക്കുന്നത് 3 നെക്കിൻ്റെ ലെങ്ത് ഫ്രണ്ട് നെക്ക് ഇറക്കാൻ ഞാൻ 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഷോൾഡർ ജോയിനിങ് പോയിട്ട് 5.5 കിട്ടിക്കോളൂ. നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി വേണ്ടത് പിന്നെ ബാക്ക് നെക്ക് ഇറക്കം എടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നെക്കാണ് 6 ഇഞ്ച് എടുത്തത്. ഇനി ബാക്ക് നെക്കും കൂടെ എടുക്കണം. ഇവിടെ 3 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെയാണ് കേട്ടോ. ബാക്ക് നെക്ക് ഇറക്കം എത്രയാണ്? ഞാൻ 4 എടുക്കുന്നത്. ഷോൾഡർ ജോയിനിങ് പോയിട്ട് 3.5 കിട്ടിക്കോളും. കാരണം ബാക്ക് ഒരുപാടങ്ങ് മൂടി നിൽക്കണ്ട, അത് ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ബാക്കിനൊക്കെ റൗണ്ടിനൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 3 പീസ് ആണല്ലോ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് കയറ്റി ഒന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ കാണുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇതിലോട്ട് നമ്മൾ ഒരു ചരിച്ചൊരു വര കൊടുക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നെക്ക് വിടുത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്ക് 6 ഇഞ്ച്, ഷോൾഡർ ജോയിൻ പോയിട്ട് 5.5 കിട്ടും. ബാക്ക് നെക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഷോൾഡർ ജോയിൻ പോയിട്ട് 3.5 കിട്ടും. തിരിച്ച് നമുക്ക് 3 പീസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നും ഇതിലോട്ട് ഒരു ചരിച്ചൊരു വര വരയ്ക്കണം. അതിനുശേഷം നമുക്കിതിൽ ഇവിടെ ഒരു ഷേപ്പ് വരയ്ക്കണം. അപ്പോൾ അത് ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇതിന് ഈ വര ഒന്ന് താഴോട്ട് യോക്ക് ഭാഗത്തിലോട്ട് വരയ്ക്കണം. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കണം. ഈ വരയിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് വരച്ച വരയിൽ നിന്നും 1.5 ഇഞ്ച് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കണം. അതിനുശേഷം നമ്മൾ
1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഇതിലോട്ട് മുട്ടിക്കണം. ഇവിടെ നിന്നല്ല, ഈ 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ആ കർവിൽ നിന്നും ഒരു വര ഇങ്ങനെ ചരിച്ച് വരയ്ക്കണം. കണ്ടോ? ഇത് ഇങ്ങനെയാണ് 3 പീസ് വരുന്നത്. മനസ്സിലാവുന്നു. ഇവിടെ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് വേണം നമ്മൾ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെയിലോട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇത് സ്ട്രേറ്റ് വരച്ചിട്ട് ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ കർവ് ചെയ്ത് അവിടെ നിന്നും കർവ് വെച്ച് നമ്മൾ 1 ഇഞ്ച് ഇവിടെ നിന്നിട്ട് മുകളിലോട്ട് കയറ്റിയില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇനി നമുക്ക് സ്ലീവ് മാർക്ക് ചെയ്യാം. ഇപ്പോൾ സ്ലീവ് ഞാൻ ഇവിടെ ഒരു 8 ഇഞ്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡർ ജോയിൻ പോയിട്ട് 7.5 ഇഞ്ച് അടുപ്പിച്ചൊക്കെ കിട്ടും. തിരിച്ച് ഇവിടെ നിന്ന് ഒരു 9.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യുന്നു. മനസ്സിലായോ? ഇവിടെ നിന്നും ലെന്ത് മാർക്ക് ചെയ്തു 8 ഇഞ്ച്. 1/2 ഇഞ്ച് നമുക്കിവിടെ മടക്കി അടിക്കണമെങ്കിലും മടക്കി അടിക്കാം, അല്ലെങ്കിൽ തേര് വശമാണ് മടക്കി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. തിരിച്ച് ഇവിടെ ഷോൾഡർ ജോയിൻ പോയിട്ട് നമ്മൾ സ്ലീവിൻ്റെ അടുത്ത് ജോയിൻ ചെയ്യൂലേ, അവിടുത്തെ പോയിട്ട് 1/2 ഇഞ്ച് കുറയും. അപ്പം പിന്നെ 7.5 കിട്ടും. മടക്കി അടിക്കുകയാണെങ്കിൽ നമുക്കൊരു 7 ഇഞ്ചോളം കിട്ടും. എന്നിട്ട് ആ സ്ലീവ് ലെന്തിൽ നിന്നും ഒരു 9.5 താഴോട്ട് മാർക്ക് ചെയ്യണം കേട്ടോ ഇവിടെ. എന്നിട്ട് ഇവിടെ നിന്ന് ഇനി 3.5 ഇഞ്ച് താഴ്ത്തി വരയ്ക്കണം. ഇവിടെ നിന്ന് 3.5 ഇഞ്ച് താഴ്ത്തി. എന്നിട്ട് നമുക്ക് ഇനി ബോട്ടം ഭാഗം എത്രയാണ് വേണ്ടത്, നമുക്ക് ഒരു 7 ഇഞ്ച് എടുക്കാം. 7 ഇഞ്ച് എടുത്തിട്ട് തയ്യൽ തുമ്പ് ഉൾപ്പെടെ 7 ഇഞ്ചാണ്. ഈ 3.5 നിന്നുള്ള വര നമുക്ക് അങ്ങോട്ടും മുട്ടിക്കാം. നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് 6 ഇഞ്ച് വെച്ച് നമ്മൾ ഇവിടെ 6 ഇഞ്ച് മാർക്ക് ചെയ്യണം. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയാണ് 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത്. എന്നിട്ട് ഈ 3.5 നിന്ന് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞത് മാറിപ്പോയി. നമ്മൾ 8 ഇഞ്ച് ലെന്ത് എടുത്ത് നമുക്ക് കട്ടിങ് ഇതിലൂടെ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം. എനിക്ക് മാറിപ്പോയതാണ്. നമ്മളിവിടെ നിന്ന് ഈ കട്ടിങ് ഇവിടെ വരുന്നില്ല ചെസ്റ്റ്, അതിന് ശേഷം മാത്രമേ സ്ലീവ് വരാവൂ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെ എത്ര ഉണ്ടെന്ന് നോക്കാം. 6.25 വരെ ഉണ്ട് ഇവിടെ വരപ്പോൾ അല്ലേ. അപ്പോൾ ഈ 6.25 തന്നെ ഇവിടെയും ലെന്ത് എടുക്കണം. 6.25 എന്ന് പറയുമ്പോൾ ഇവിടെ വരും. തിരിച്ച് ഇവിടെ നിന്ന് വേണം 9.5 അടിക്കേണ്ടത്. ഞാൻ ഇവിടെ നിന്ന് എടുത്തു 8 ഇഞ്ച്. 8 ഇഞ്ച് എടുക്കുമ്പോൾ നമ്മൾ ചെസ്റ്റും കൂടെ കട്ടായി പോകും. അത് ഞാൻ ഓർത്തില്ല. അപ്പോൾ അത് സോറി, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. നമുക്ക് ഇവിടെ 9.5 വന്നു. തിരിച്ച് ഇവിടെ നിന്ന് വേണം 3 ഇഞ്ച് നമുക്ക് ഷേപ്പ് കൊടുക്കേണ്ടത്. 3.5 കൊടുക്കുക. ഞാൻ അങ്ങനെ 3 ഇഞ്ച് കൊടുക്കും. എന്തറിയുമോ, ഇപ്പോൾ ഇവിടെ കുറച്ചൊരു ലെന്ത്, മറ്റേ നേരത്തെ ലെന്ത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ 3.5 കൊടുത്തത്. ഇവിടെ നമുക്ക് ലെന്ത് കുറയണമെങ്കിൽ അതുകൊണ്ട് ഞാൻ 3 ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് 7 ഇഞ്ചിലോട്ട് മാർക്ക് ചെയ്യണം. ഇതൊന്ന് മാർക്ക് ചെയ്യേ. നമുക്കിവിടെ നിന്ന് മാർക്ക് ചെയ്യാം നമ്മളെ സ്ലീവ്. ഇതാണ് സ്ലീവായിട്ട് വരുന്നത് കേട്ടോ. ഇങ്ങനെ സ്ലീവ് വരും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇവിടെ ചെസ്റ്റ് വരെ എത്ര ലെന്ത് ഉണ്ടെന്ന് ഇവിടെ ആദ്യം അളന്ന് നോക്കണം. അതേ ലെന്ത് മാത്രമേ സ്ലീവിന് എടുക്കൂ. എന്നിട്ട് അവിടെ നിന്ന് 9.5 മാർക്ക് ചെയ്യണം. അവിടെ നിന്ന് 9.5 നിന്നും 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. തിരിച്ച് അവിടെ നിന്ന് ഇതിലോട്ട് മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ യോക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് യോക്ക് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ ഭാഗം കട്ടായി പോകാൻ ശ്രദ്ധിച്ചോണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് സ്ലീവും കൂടെ ആദ്യം കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
എന്നിട്ട് സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. സെൻറ്ററാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ സ്ലീവിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിവിടെ വയ്ക്കട്ടെ, ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇവിടെ ബാക്ക് ഭാഗം കട്ട് ചെയ്യാം. ഫ്രണ്ട് കട്ട് ചെയ്യരുത്, ബാക്കാണ് കട്ട് ചെയ്യേണ്ടത്. ബാക്കിന് ഇതൊക്കെ നമുക്ക് ക്രോസ് പീസ് വെച്ച് ബാക്ക് കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് എടുക്കാം. അങ്ങോട്ട് ഇത് മാറ്റി വെച്ചിരുന്നാൽ മതി. എന്നിട്ട് ഇത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ബാക്കിൽ നമ്മൾ 3 പീസ് വയ്ക്കുന്നില്ല, ഫ്രണ്ടിൽ മാത്രമേ വയ്ക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡർ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. 2 പീസായിട്ട് കിട്ടും. കണ്ടോ? അപ്പം ഇത് നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്ന ഭാഗം ഫ്രണ്ടായിട്ട് എടുക്കണം, ഇത് ബാക്കായിട്ട്. കണ്ടോ? ഇത് ബാക്ക് ഭാഗം. അപ്പോൾ ഇതങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫ്രണ്ടാണ് 3 പീസ് ആക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ട് വയ്ക്കണം. നെക്കൊക്കെ കറക്റ്റ് ലെവലിൽ തന്നെ വരണം. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഇവിടെ എല്ലാം നമ്മൾ ചരിച്ച് വരച്ചാൽ ഈ പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം മുകളിലോട്ട്. ഇതിങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പീസിൽ നമ്മൾ ചരിച്ച ഭാഗമില്ലേ, അതിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതാണ് ഫ്രണ്ടിൽ വയ്ക്കുന്ന ഒരു പീസ്. ഇത് സൈഡിൽ, ഇതൊന്ന് ഈ സൈഡിലും വരും, ഒന്ന് ഈ സൈഡിലും വരും. കണ്ടോ? ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വയ്ക്കാം. വേറെ ഡിസൈൻ വേണമെങ്കിൽ അവിടെ ചെയ്യാം. ഞാൻ ഈ സെയിം ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് 3 പീസ്. നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ വയ്ക്കുന്നുള്ളൂ. ഇനി നമുക്കിവിടെ സ്കേർട്ട് ഭാഗം എടുക്കണം. ഇനിയാണ് നമുക്ക് വെട്ടിയപ്പോൾ കിട്ടിയത്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി ഇവിടെ നിന്ന് ഒരു 2 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യണം. തിരിച്ച് അവിടെ നിന്ന് 2 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നിന്നല്ലേ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമുക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച്, എന്നിട്ട് അതിനൊരു ബോക്സ് ആക്കണം. ഉണ്ടോ? എന്നിട്ട് ഇവിടെ നിന്നൊരു ഷേപ്പ് ഇങ്ങനെ കൊടുക്കുക. കാണുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇവിടെ നിന്നും 2.5 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ നിന്നും ഇവിടെ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് 2.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 2.5 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതിനെ ഒരു ബോക്സ് ആക്കണം. ബോക്സ് ആക്കിയിട്ട് ഒരു കർവ് പോലെ നമ്മൾ ആം ഹോൾ ചെയ്യും പോലെ ഒന്ന് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആം ഹോളിൻ്റെ അവിടെ നമ്മൾ 10 ഇഞ്ചല്ലേ എടുത്തോളായിരുന്നു. അപ്പോൾ ബാക്കി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. കണ്ടോ? ഈ ഭാഗത്തുനിന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കണം കേട്ടോ. ഇതൊന്ന് അവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഇവിടെ നിന്ന് വേണം വരയ്ക്കാൻ കേട്ടോ. ഇവിടെ ഈ സൈഡിൽ നിന്ന് ബാക്കി ഭാഗങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ കിട്ടും. ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് അകലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തേക്കണം കേട്ടോ. കാരണം ആ ഷേപ്പ് ഒന്ന് ലെവലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവും? ഇവിടെ നമ്മൾ ശകല 1/2 ഇഞ്ച് കട്ട് ചെയ്യണം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് അത് ഉപകരിക്കും കേട്ടോ. അതാണ് ഇവിടെ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇത് മനസ്സിലായി ഈ ഭാഗം. നമ്മൾ മുകളിൽ നിന്ന് നമുക്ക് ഇങ്ങനെയാണ് ഇരുന്നത്. മുകളിൽ നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. തിരിച്ച് അവിടെ നിന്ന് 2.5, തിരിച്ച് അവിടെ നിന്ന് 2.5, എന്നിട്ടൊരു ബോക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ കുറച്ച് തുണി ബാക്കി ഇടുന്നില്ല, അത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരയ്ക്കണം.
വരച്ചിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ട് ഇവിടെ ഒന്ന് നമ്മൾ കർവ് ചെയ്ത് ചെറിയൊരു ഷേപ്പ് പോലെ ഇങ്ങനെ, ഷേപ്പല്ല ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. എന്നിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യണം. അപ്പം ഇതിൻ്റെ സ്കേർട്ട് ഭാഗമായി നമുക്ക് 3 പീസ്, ഇത് ഫ്രണ്ട് വയ്ക്കുന്ന ഭാഗമായി, ഇത് സൈഡിൽ വയ്ക്കുന്ന 2 ഭാഗം, അപ്പോൾ അതായി. പിന്നെ ബാക്ക് ഭാഗം യോക്കായി, അതിൽ നമ്മൾ 3 പീസ് വയ്ക്കുന്നില്ല, അതായി. അത് കഴിഞ്ഞിട്ട് സ്ലീവുമായി, കണ്ടോ, 2 സ്ലീവും കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ നമ്മൾ ഈ 3 പീസ് വയ്ക്കുമ്പോൾ അടിയിൽ ലൈനിങ് പോലെ വയ്ക്കാറുണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെയും ഈ പീസിൻ്റെയും ഇതിൻ്റെ അടിയിൽ നമുക്ക് ലൈനിങ് വരും. അപ്പോൾ അതും കൂടെ ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. കണ്ടോ, ഞാനത് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇതിനെക്കാട്ടിൽ നീളം കൂടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ എനിക്ക് പഴയൊരു തുണിയിൽ നിന്നും കട്ട് ചെയ്തെടുത്തതാണേ. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ലൈനിങ് ആയിട്ട് വയ്ക്കാനാണ്. ലൈനിങ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. എനിക്ക് ലൈനിങ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ കട്ടിയുള്ള തുണി എടുത്തത്. കട്ടിയുള്ള തുണിയാണ് നല്ലത്, ലൈനിങ്ങിനെക്കാട്ടി കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്നതായിട്ട്. ഇതിനെക്കാട്ടി കുറച്ചുകൂടി വീതി നീളം ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സൈഡിൽ വയ്ക്കാനുള്ള പീസില്ലേ, ഇതിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ കൂട്ടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ നീളത്തിനെക്കാട്ടിലും നീളവും വീതിയും കൂട്ടിയാണ് എടുത്തേക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തികയാതെ വരരുത്. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരട്ട് ബാക്കിയുള്ള നമുക്ക് ഇതേ ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇതിനെ നിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ലൈനിങ് യൂസ് ചെയ്യാം, കട്ടുള്ള തുണിയായാലും യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് നമ്മൾ ഈ സെൻറ്ററിൽ വയ്ക്കുന്ന ഈ തുണിയില്ലേ, ഇപ്പം ഞാൻ ഈ സെയിം പീസാണ്, നിങ്ങൾക്കിത് ഈ സെൻറ്ററിൽ വയ്ക്കാൻ മാച്ച് ചെയ്യുന്നൊരു പീസ് വച്ചിട്ട് ഇതിനെ ലൈനിങ് ആയിട്ട് എടുത്താലും മതി. ഇത് ലൈനിങ് ആയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാൻ ഒരു ചേരുന്നൊരു പീസ് കളർ എടുത്തിട്ട് അത് ഇവിടെ വെച്ചിട്ട് ഇത് ലൈനിങ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യണം. ഞാൻ ഇപ്പോൾ ഇതാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കുറച്ച് ക്രോസ് പീസുകളും കൂടെ, ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വേണ്ട, നമുക്ക് ലേസ് ഉണ്ട്. അപ്പോൾ ലേസ് ആയിരിക്കും ഈ വെള്ളയൊക്കെ, ഇത് വെള്ള ഡിസൈനാണ്. അപ്പം എന്ന് വെച്ചാൽ ലേസ് വയ്ക്കുന്നതായിരിക്കും, കറുപ്പും വെള്ളയും കൂടെ ലേസ് വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലേസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പൈപ്പിംഗ് ചെയ്യണമെങ്കിൽ ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു തുണിയിൽ പൈപ്പിംഗ് ചെയ്യാം, അല്ലെങ്കിൽ റെഡിമെയ്ഡ് പൈപ്പിംഗ് ആയാലും വാങ്ങിച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ 3 പീസ് നൈറ്റി ചെയ്യുന്നതിൽ നിന്നും വ്യത്യാസമാണ്. പ്ലീറ്റഡ് നൈറ്റിയിലാണ് നമ്മൾ 3 പീസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.